മലയാള ഭാഷ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പരിപാടി ആസൂത്രണം ചെയ്യണം എന്ന് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ നിർദ്ദേശം. നമുക്ക് വളരെ കൃത്യമായി മലയാള ഭാഷാ മിഷൻ സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള പ്രശസ്ത കവി ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുകയാണ്. നമുക്കറിയാം, ശ്രീ മുരുകൻ സാറിന്റെ കവിതകൾ കേൾക്കാത്ത ആൾക്കാരുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇന്ന് ഈ പരിപാടിയിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും നമുക്ക് വളരെ നേരം അദ്ദേഹത്തിന്റെ കൂടെ ചെലവാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഇനി അടുത്ത കുറച്ച് സമയത്തേക്ക് നമ്മളെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗവും കവിതയൊക്കെ നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഈ മലയാള ഭാഷ വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഈ ഔദ്യോഗിക പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു എല്ലാവർക്കും. കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സജിത് സാർ നല്ല തിരക്കിലായിരുന്നു. ഈ സമയത്തോട് അത് തീരും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും CCM മീറ്റിംഗ് കഴിഞ്ഞു. സജിത് സാറും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് കൂടാതെ മലയാള ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. രാംലാൽ സാറ് ആലപ്പി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്നു. നന്നായിട്ട് എഴുതും, നന്നായിട്ട് സംസാരിക്കും. പല പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരെയും കൂടെ സ്റ്റേജ് പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് കൊണ്ട് ഞാൻ കുറച്ച് സമയം മലയാള ഭാഷയെ പറ്റി സംസാരിക്കാനായിട്ട് സാറിനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. സാറെ സമ്മതിച്ചു. ഈ പ്രോഗ്രാമിന്റെ നന്ദി പറയാനായിട്ട് നമ്മുടെ സജു ഓഫീസിലെ JSW സജുവിനെ ഈ വേദിയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും, കവിത ആസ്വദിക്കുന്ന, മലയാള ഭാഷ ആസ്വദിക്കുന്നതും അല്ലെങ്കിൽ കേരളത്തിനോട് സ്നേഹമുള്ള നമ്മളെല്ലാവരും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. മുരുകൻ സാറിനെ പറ്റി, ട്രിവാൻഡ്രത്ത് കാട്ടാക്കട എന്ന സ്ഥലമാണ് സാറിന്റെ സ്വദേശം. കവിതകൾ എല്ലാവരും വളരെ പ്രസിദ്ധമായിട്ടുള്ള ധാരാളം കവിതകൾ, രേണുക, കണ്ണട, മനുഷ്യനാണ്, അങ്ങനെ നിരവധി പ്രശസ്തമായ കവിതകൾ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകം മുഴുവനും സഞ്ചരിച്ച് അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് SME ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിരുന്നു. അതേ സ്കൂളിൽ മാരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രിൻസിപ്പൽ ആയിരുന്നു. കേരള ഗവൺമെന്റ് വിക്ടേഴ്സ് ചാനലിന്റെ ഡയറക്ടറായിരുന്നു. ദൂരദർശനിലെ അവതാരകനായിട്ടുണ്ട്. ധാരാളം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്, പറഞ്ഞാൽ തീരില്ല. പിന്നെ കവിതയുടെ ജനകീയ പ്രചാരണത്തിന് നൽകിയ സംഭാവന കണക്കിലെടുത്തുകൊണ്ട് UAE ഗവൺമെന്റ്, നമുക്കറിയാം, കുറെ പേർക്ക് ഗോൾഡൻ വിസ കൊടുത്തിട്ടുണ്ട്. പല മേഖലകളിലും പ്രശസ്തരായിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗോൾഡൻ വിസ ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മലയാള മിഷൻ ഡയറക്ടറാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിയിൽ കേരളത്തിൽ അങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. സജി സാറിനെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കട, ഡോക്ടർ രാംലാൽ, നമ്മുടെ സജു ആക്കിയിട്ടുള്ള, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ,
ഞാൻ എന്താ പറയേണ്ടതെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ശ്രീജയൻ പറഞ്ഞു. ഞാൻ സാറുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഞാൻ വേറൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഓടി വരിക. ഇപ്പോൾ ഇന്ത്യത്തെ നമ്മളെ ഗവൺമെന്റിന്റെ, നമ്മുടെ സർക്കാരിന്റെ മലയാള ഭാഷ വാരാചരണം നമ്മൾ കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുത്ത് അത് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അത് നമ്മൾ ആ ഒരു സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ സ്ഥാപനങ്ങളിലും അത് ചെയ്തു വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൽ വളരെ പ്രശസ്തനായ ഒരു കവി, പിന്നെ അതേപോലെ സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യവാഹിയുമായ ശ്രീ മുരുകൻ കാട്ടാക്കട അവരുടെ നമുക്ക് ഇന്ന അവസരത്തിൽ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ 1-2 കാര്യങ്ങളൊക്കെ നോക്കി, ബാക്കി കുറേ കാര്യങ്ങൾ ശ്രീജയൻ സംസാരിച്ചു. ഇത് എന്നെ കേൾക്കാനല്ല, എല്ലാവരും അദ്ദേഹത്തിന്റെ കവിതകൾ കേൾക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്കറിയാം. അപ്പൊ ഇതിൽ 1-2 കാര്യങ്ങളെ കുറിച്ച് ശ്രീജയൻ പറയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കവിതയുടെ ദൃശ്യ ശ്രാവ്യ സാധ്യതകളെ കണ്ടെത്തി 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മലയാളത്തിലെ ആദ്യത്തെ മെഗാ പോയട്രി സ്റ്റേജ് ഷോ സാറ് അവതരിപ്പിച്ചു വന്നിട്ടുണ്ട്. പിന്നെ പല പുരസ്കാരങ്ങൾ, ആ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സമയം കളയുന്നില്ല. മുല്ലനേഴി പുരസ്കാരം, വലിച്ചിലത് മാത്രം, കുവൈറ്റ് കലാ പുരസ്കാരം, വയലാർ സാംസ്കാരിക വേദി പുരസ്കാരം, EV കൃഷ്ണപിള്ള പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. മികച്ച ഗാനരചയിതാവിനുള്ള ഏഷ്യാനെറ്റ് അവാർഡ്, സൂര്യ TV അവാർഡ്, ബ്രഹ്മാനന്ദ പുരസ്കാരം, JC പുരസ്കാരം, കുറേ എണ്ണമുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞാൽ നിർത്തിയില്ല. അങ്ങനെ വളരെ ഒരു പ്രശസ്തനായ വ്യക്തിയെയാണ് നമുക്ക് ഈ വർഷത്തെ നമ്മുടെ മലയാള ഭാഷാദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സാറിനെ കേൾക്കാനാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ ശ്രീജയൻ പറഞ്ഞതനുസരിച്ചിട്ട് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ മലയാളത്തിൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കൊള്ളുന്നു. അപ്പോൾ അടുത്ത ഇനി സാറിനെ രാംലാൽ സാറിന്, നമ്മുടെ സാറ് വളരെ സാഹിത്യത്തെ വളരെയധികം കാര്യങ്ങൾ നമ്മളെ പോലെയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരായ അധ്യാപക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ഏവർക്കും സ്നേഹവും ബഹുമാനവും, മനസ്സ് തുറന്ന ബഹുമാനവും അംഗീകാരവും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കവി മുരുകൻ സാറിന്റെ കൂടെ ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മലയാള ഭാഷാ വാരാചരണം നവംബർ 1-ാം തീയതി നമ്മുടെ കേരള പിറവി ദിനം മുതലുള്ള വാരാചരണം, അതിന്റെ ഭാഗമാവുകയാണ് നമ്മൾ ഇവിടെ. അതിലേറ്റവും മഹനീയമായിട്ട് തോന്നുന്നത് നമ്മുടെ കവിയുടെ സാന്നിധ്യം തന്നെയാണ്. അല്പം ആലങ്കാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതി ദേവിയുടെ 2 മാറിൽ നിന്നും ഉള്ള ആ കഴിവിന്റെ മുലപ്പാൽ കുടിച്ച് കിട്ടിയ സിദ്ധിയാണെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ കവിതകൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, വരികളെല്ലാം വളരെ മനോഹരമായ സംഗീതമായിട്ടാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ കവിതകളിൽ നിങ്ങൾ ചിലപ്പോൾ അതിന്റെ ഭംഗി ശ്രദ്ധിച്ചിരിക്കാം, ധാരാളം രാഗവിന്യാസങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. മനോഹരമായ പല രാഗങ്ങളും കർണാടക സംഗീതത്തിലുള്ള രാഗങ്ങളാണ് കുറെ അധികമുള്ളത്. അതിനും അപ്പുറത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി രാഗങ്ങളും അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടും എന്നാൽ വളരെ മനോഹരമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു മാറിൽ നിന്നും സംഗീതവും മറ്റേ മാറിൽ നിന്നും സാഹിത്യവും ആണ് സരസ്വതിക്ക് നമുക്ക് തരാനുള്ളതെന്നാണ് പറയുന്നത്. അത് രണ്ടും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ കവിത പാരായണത്തിലൂടെയും കവിത അവതരണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി കാത്തിരിക്കുന്നവരുടെ മുമ്പിലേക്ക് ഞാൻ കൂടുതൽ സാഹിത്യമൊന്നും സംസാരിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിനെ കേൾക്കാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ സദസ്സ് കാത്തിരിക്കുന്നത്. എന്നാലും ഭാഷയുടെ ഈ ദിനാചരണത്തിൽ 1-2 വാക്കുകൾ പറയാതിരിക്കാനാവുന്നു. നമ്മുടെ ഭാഷ, മലയാള ഭാഷ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ അമ്മിഞ്ഞ പാലിനോടൊപ്പം തന്നെ നമ്മുടെ ചുണ്ടുകളിലേക്ക് അമ്മ എന്ന അക്ഷരത്തിൽ, അമ്മ എന്ന വാക്കിന്റെ ആദ്യ അക്ഷരമായി കടന്നു വരുന്നതാണ് നമ്മുടെ ഭാഷ. മറ്റെവിടെ ചെന്നാലും നമ്മുടെ അഭിമാനമായിട്ടും അഹങ്കാരമായിട്ടും തന്നെ നമ്മൾ കൊണ്ടു നടക്കേണ്ട നമ്മുടെ ഭാഷ
ഇങ്ങനെ വാരാചരണങ്ങളിലൂടെ മാത്രമല്ല ഓർക്കേണ്ടത്, അത് അനുനിമിഷം അനുദിനം എപ്പോഴും ഓർക്കേണ്ടതാണ്. നമ്മുടെ ഭാഷയുടെ ഒരു പ്രത്യേകത നമുക്കെല്ലാം മനസ്സിലാക്കാനുള്ളത് അതിന് തീർച്ചയായിട്ടും തമിഴുമായിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട്, സംസ്കൃതവുമായി ബന്ധങ്ങളുണ്ട്, പിന്നെ മറ്റു ധാരാളം ഭാഷകളുടെ വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുമുണ്ട്, നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട്. എങ്കിലും തമിഴ് മൊഴിയുടെ ആ മനോഹരമായ സംഗീത സാന്നിധ്യവും സംസ്കൃതത്തിന്റെ ആശയങ്ങളും കൊണ്ട് ഗംഭീരമായ ആഴക്കടൽ പോലെയുള്ള ആ ഗാംഭീര്യവും നമ്മുടെ ഭാഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഒരേ സമയം തന്നെ നാടൻ പാട്ടുകളിലൂടെ നമ്മളെ ആകർഷിക്കുന്ന ഭാഷ വളരെ ഗഹനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവേഷണ പ്രബന്ധങ്ങളായിട്ടും നമ്മുടെ മുമ്പിൽ എത്താറുണ്ട്. അതുപോലെ തന്നെ സംഗീതം പ്രത്യേകിച്ച് ഒരു സാഹിത്യ രൂപമുണ്ട്, സിനിമയ്ക്കുണ്ട്, മറ്റ് കഥയ്ക്കുണ്ട്, കവിതയ്ക്കുണ്ട്. അങ്ങനെ വിവിധ സാഹിത്യ രൂപങ്ങൾ വളരെ ചെറിയ ഒരു പ്രദേശത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ശരിക്കും നമ്മുടെ ലോക ഭാഷകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും ഏത് ഭാഷയോടും കിടപിടിക്കുന്ന രീതിയിലുള്ള സാഹിത്യ ഗാംഭീര്യവും ബാക്കിയെല്ലാം നമ്മുടെ ഭാഷയ്ക്കുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്ന ആ പദവി നമുക്ക് ലഭിക്കാനായി ധാരാളം ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലൂടെയും കടന്നുപോയ ഭാഷയുടെ ചരിത്രവും ഭാഷയുടെ വികസനവും നമ്മുടെ ഭാഷയുടെ വികാസവും അതിന്റെ പരിണാമങ്ങളും അത് ഇന്ന് എത്തി നിൽക്കുന്ന വിവിധ സാഹിത്യ ശാഖകളുടെ ആഴവും ഒക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ശ്രേഷ്ഠ ഭാഷ കിട്ടിയത്. ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കൂടി അഭിമാനം കൊള്ളിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ആ ഭാഷ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതാണ്. വാരാചരണത്തിലൂടെയല്ല, നിരന്തരമായ പ്രയോഗത്തിലൂടെയും പരിശീലനത്തിലൂടെയും പ്രയോഗങ്ങളിലൂടെയും എല്ലാം അനുദിനം വളർത്തിയെടുക്കേണ്ട ഒന്നാണ് നമ്മുടെ ഭാഷ. അത് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിമാനപൂർവ്വം നമുക്ക് ഓർക്കാം. നമ്മുടെ അമ്മ തന്നെയാണ് നമ്മുടെ ഭാഷ, നമ്മുടെ ഭാഷ തന്നെയാണ് നമ്മുടെ അമ്മ. ആ അമ്മയാണ് നമ്മുടെ നാവിൽ ആദ്യമായിട്ട് വരുന്ന അക്ഷരം, വാക്ക്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അനുദിനം അതിനെപ്പറ്റി ചിന്തിക്കാം, ഓർമ്മിക്കാം, അഭിമാനം കൊള്ളാം. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ മുരുകൻ സാറിനെ കേൾക്കാമോ? വേണ്ടി വന്നാൽ ഞാൻ ആ മൈക്ക് എടുക്കാം. കുറച്ച് സേഫായിട്ട് തോന്നിയതാണ്, അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എനിക്ക് നിങ്ങളെ തരുന്ന ഒരു വലിയ ആദരമായിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയെ കാണുന്നത്. ശ്രീ ജയൻ സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതുകൊണ്ടുണ്ടാകുന്ന പുണ്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം പിന്നെ ഒരു ആതുര സേവകൻ എന്നതിനപ്പുറം ഈ ഭാഷയോടും കലയോടും സാഹിത്യത്തോടും അദ്ദേഹം പ്രത്യേകമായി സവിശേഷമായി കാണിക്കുന്ന ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു രോഗിയായിട്ടാണ്, ഒരു കവിയായിട്ടല്ല. അപ്പം അദ്ദേഹത്തെ നിർബന്ധിച്ചിട്ട് ഞാൻ ഇതുപോലൊരു വേദിയിൽ കുറച്ച് എനിക്ക് തോന്നുന്നു 6 മാസം 7 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു വേദിയിൽ കവിത ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ടാവുകയും അതിനെ തുടർന്ന് കണ്ണൂർ വെച്ചാണ് അന്ന് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് ശ്രീജയൻ സാറിനെയും രാംലാൽ സാറിനെയും കണ്ണ് തുറക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു രാത്രി കൊണ്ട് കാര്യമെല്ലാം ശരിയായി. എനിക്ക് തോന്നുന്നു ഒരു രാവിലെയൊക്കെ ആയപ്പോൾ ഞാൻ ഉണർന്നു. അപ്പോൾ ഉണർന്ന സമയം കാണുന്നവർ രണ്ടുപേരെയാണ്. അപ്പോൾ തീർച്ചയായും അതൊരു വാക്കുകൊണ്ടുണ്ടാകുന്ന ഒരു പാരസ്പര്യത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വലിയ സാഹോദര്യത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് സമയം നിന്നു, രണ്ടുപേരും എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നു കാണും. മേ ബി ഞാൻ പറയുന്നത്
എന്താണ് എന്ന് കേട്ടാൽ പല അർത്ഥത്തിലാണ് നമുക്ക് പാരസ്പര്യങ്ങൾ സംഭവിക്കുന്നത്. നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് എൻ കക്കാട് എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. ആർദ്രമീ ധനുമാസ രാവുകളിൽ ഒന്നിൽ ആതിര വരും പോകും, നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നാണ്. ഞാൻ എൻ്റെ ഒരു കവിതയിൽ പറയുന്നത് വിസ്മയം പോലെ ലഭിക്കും, അല്ല കടമനിട്ട പറഞ്ഞാണ്. ഞാൻ എൻ്റെ ഒരു കവിതയിൽ പറയുന്നത് ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ എന്നാണ്. ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ. ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ. അങ്ങനെയാണ്. ഞാനത് എൻ്റെ ഭാര്യയെ കുറിച്ച് എഴുതിയാണ് സത്യത്തില്. ആ ദിവസം ഞാൻ ഈ കണ്ണൂരിലെ സഹകരണ ആശുപത്രി കിടക്കുമ്പോൾ നേരമായി നമുക്കൊരേ ആകാശം, നോവസൂര്യൻ മറഞ്ഞ സായന്തനം, ഒറ്റ മാത്രയിൽ അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ. അതായത് പാതിബോധത്തിൽ അന്ന് ആശുപത്രിയിൽ പേര് ചൊല്ലി പനിച്ചു നിന്നോർമ്മയിൽ. ഞാൻ സത്യത്തിൽ അന്ന് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അതിനകത്തുള്ളത്. പാതിബോധത്തിൽ അന്ന് ആശുപത്രിയിൽ പേര് ചൊല്ലി പനിച്ചു നിന്നോർമ്മയിൽ, ചേരുകില്ല നാം എന്നു നീ എപ്പോഴും പാതി സത്യം പറഞ്ഞു നോക്കുമ്പോഴും, വെന്തു തീരുന്ന വർണ്ണക്കിനാവുകൾ തന്ന ചൂടിനാൽ ഞാൻ തണുപ്പാറ്റുന്നു എന്നാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ കലഹിക്കുമ്പോ ഉള്ള കാര്യമൊക്കെ ഞാൻ അപ്പോൾ ഓർത്തു. ചേരുകില്ല നാം എന്ന് നിരന്തരം പറയും. കാരണം പല കാരണങ്ങൾ കൊണ്ടാണ്. ചേരുകില്ല നാം എന്നു നീ എപ്പോഴും പാതി സത്യം, അതിനകത്ത് പൂർണ്ണ സത്യമില്ല. ചേരുകില്ല നാം എന്നു നീ എപ്പോഴും പാതി സത്യം പറഞ്ഞു നോവുമ്പോഴും, വെന്തു തീരുന്ന വർണ്ണക്കിനാവുകൾ തന്ന ചൂടിനാൽ ഞാൻ തണുപ്പാറ്റുന്നു. കൊച്ചു കൊച്ചു പിണക്ക പെരുക്കത്തിൽ കെട്ടുപോകുന്നു വെട്ടവും ചെന്തവും, നേരമായി നമുക്കൊരേ ആകാശം, നോവു സൂര്യൻ മറഞ്ഞ സായന്തനം, ഒറ്റ മാത്ര കൊണ്ട് അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ. നമുക്ക് എല്ലാം കൂടെ രണ്ടുപേരും പാടിയല്ലോ. ഒറ്റ മാത്രയിൽ നിങ്ങൾ പറഞ്ഞു, ഒറ്റ മാത്രയിൽ അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ. ഒറ്റ മാത്രയിൽ അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ, ഉത്സവങ്ങളായി തീർക്കണം നാടുകൾ. അപ്പൊ വളരെ ഗംഭീരമായി എനിക്ക് നിങ്ങളോടൊപ്പം ഇപ്പൊ ഇവിടെ നിൽക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഭാഷ ആചരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അപ്പൊ ഈ ആചരണങ്ങളെ കുറിച്ചൊരു പ്രശ്നമുണ്ട്. എന്ത് കിട്ടിയാലും ആചരിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും ആചരിക്കുക. അങ്ങനെയാണ് മദേഴ്സ് ഡേ ഉണ്ടാകുന്നത്, മാതൃദിനം. നമുക്ക് മാതൃദിനത്തിന്റെ ആവശ്യമുണ്ട്. സത്യത്തില് നമ്മുടെ അമ്മ, ഈ ഇന്ത്യൻ ഒരു രീതി അനുസരിച്ച് അമ്മയും അച്ഛനും ഒക്കെ ചത്താലും നമ്മുടെ കൂടെ തന്നെയാണ്. പക്ഷെ യൂറോപ്യൻ രീതി അങ്ങനെയല്ല. അവര് 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോഴേ അവര് വീട്ടിൽ നിന്ന് പുറത്താവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അമ്മയെ ചെന്ന് കാണാൻ അല്ലെങ്കിൽ അച്ഛനെ ചെന്ന് കാണാൻ ഒരു ദിനം വേണം. അങ്ങനെ അവരുണ്ടാക്കിയതാണ് ഈ മാതൃദിനം എന്ന സാധനം. പക്ഷെ നമ്മളും എന്ത് ചെയ്യുന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമുക്കും ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്നത് കൊണ്ട് കൂടെ ആയിരിക്കാം പെട്ടെന്ന് നമ്മളും അതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ അക്ഷയ തൃതീയ ദിനം വരുന്നത്. എങ്ങനെയാണ് ഈ അക്ഷയ തൃതീയ ദിനം? എത്ര കാലമായി നമ്മളൊക്കെ എനിക്കിപ്പോ 57 വയസ്സായി. ഇത് ഏതാണ്ട് ഒരു 50 വയസ്സിന് ആരെങ്കിലും ഒരു 20 വർഷത്തിന് മുമ്പ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാധനം? ഇത് കേരളത്തിലെ ജുവലറി മുതലാളിമാർ, കേരളത്തിലെ 15 ജുവലറി മുതലാളിമാർ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഇരുന്നിട്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള പല തന്ത്രങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞാണിത്. ഇങ്ങനെ വടക്കേരിയിൽ എവിടെയോ ഇതുമായി സ്വർണ്ണമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ആചാരം നമുക്കിതിനെ ഇങ്ങനെയാക്കി എടുത്താൽ ഗുണം കിട്ടും. അന്ന് മുതൽ നമ്മൾ ആചരിക്കാൻ തുടങ്ങുന്ന ദിനമാണ്. എന്ത് ദിനം കിട്ടിയാലും ആചാരം. അപ്പൊ അങ്ങനെയാണ് ഈ ദിനങ്ങളെല്ലാം വരുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ഭാഷയും അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്മയെ ആദരിക്കാൻ ഒരു ദിനം വെക്കുന്നു പറഞ്ഞാൽ അമ്മയുടെ ബാക്കി ദിവസങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ അടയാളപ്പെടുത്തൽ കൊണ്ടാണ് ബോധപൂർവമായി നമ്മൾ അമ്മയെ ഓർമ്മിക്കാൻ ഒരു ദിനം വയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭാഷയ്ക്ക് നമ്മളൊരു വാരം വെക്കുന്നത് അല്ലെങ്കിൽ ദിനം വയ്ക്കുന്നത്. അപ്പൊ ഞാൻ മാതൃദിനം എന്നുള്ളതുകൊണ്ട് ഞാൻ മദേഴ്സ് ഡേ എന്നൊരു ചെറിയ കവിത ചൊല്ലാം. മദേഴ്സ് ഡേ എന്നാണ് കവിത പേര്.
നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാക്കി കംപ്ലീറ്റ് കവിത നിങ്ങൾ ഇവിടെ ഇട്ട് എന്നെ കൊന്നു. ഇനി ഞാൻ എത്ര സാധ്യമുള്ളൂ എന്നുള്ളതാണ് എന്റെ ബോധവും ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പൊ ഇത് പുതിയ കവിതയാണ്. മദേഴ്സ് ഡേ എന്നാണ് കവിത. അത് ഞാൻ ഈ പുറത്തെ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാട്ടിലെ അമ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയും. അവരുടെ കുറ്റം കൊണ്ടല്ല, പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മളെ അമ്മമാരെ കൊണ്ടുവന്ന് വൃദ്ധസ്ഥാനത്ത് തന്നെയാണ് ഇടുന്നത്. പക്ഷെ അവര് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആണ് ഈ കവിത. അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു, അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കായി വെളിച്ചം പരത്തുന്നു, അമ്മ വെട്ടത്തിൽ കളിക്കുന്നു ഞങ്ങൾ, അമ്മ കളിപ്പാട്ടമായി പൊട്ടുന്നു പൊട്ടിച്ചിരിക്കുന്നു, അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, ആ മുതൽ ക്ഷാവരെ അക്ഷരച്ചിമിഴുകൾ, അമ്മ പാഠങ്ങൾ തുറന്നു വയ്ക്കുന്നു, അമ്മ പാഠമാകുന്നു, അമ്മ പാഠപുസ്തകമാകുന്നു. അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു, അമ്മ പാഠമായി സ്വയം ഉഴുതുമറിക്കുന്നു, അമ്മ വിത്തുകൾ മുളച്ചു പുത്തരിച്ചോർ ഉരുളയാകുന്നു, അമ്മ പാഠവും പാഠവുമാകുന്നു, അമ്മ പാഠവും പാഠവുമാകുന്നു. പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവില കുമ്പിളാകുന്നു, പഞ്ഞമാസ പനിക്കാലത്തിൽ അമ്മ കഞ്ഞിയായി പ്ലാവില കുമ്പിളാകുന്നു, കാൽനട വണ്ടിയായി ഒക്കെ തിരുത്തുന്നു, ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു, കാൽനട വണ്ടിയായി ഒക്കെ തിരുത്തുന്നു, ആശുപത്രി തിണ്ണമേൽ കിതപ്പാകുന്നു. നെറ്റിയിൽ വെള്ളം നനച്ച പഴന്തുണി മൂടി പുതച്ച പുതപ്പിന്റെ ചൂടമ്മ, നെറ്റിയിൽ വെള്ളം നനച്ച പഴന്തുണി മൂടി പുതച്ച പുതപ്പിന്റെ ചൂടമ്മ, അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ ഉറക്കത്തിൽ ആകാശമാകുന്നു, അമ്മ ഉറക്കത്തിൽ ആകാശമാകുന്നു, കൂടെ കളിക്കുവാൻ നക്ഷത്ര കൂട്ടുകാർ, ഓടിക്കളിക്കുമ്പോൾ ഓരോരോ ചുവടിലും വീഴല്ലേ വീഴല്ലേ എന്ന കണ്ണാകുന്നു, ഓടിക്കളിക്കുമ്പോൾ ഓരോരോ ചുവടിലും വീഴല്ലേ വീഴല്ലേ എന്ന കണ്ണാകുന്നു, വിരലു തട്ടി ചോര പൊടിയുന്ന കാണുകിൽ വിറയാർന്ന കണ്ണുകൾ ഗംഗയാകുന്നു, വിരലു തട്ടി ചോര പൊടിയുന്ന കാണുകിൽ വിറയാർന്ന കണ്ണുകൾ ഗംഗയാകുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് അടുക്കളക്കോലായിൽ അമ്മ അടുപ്പായി ജ്വലിക്കുന്നു, നേരം വെളുക്കുന്നതിന് മുൻപ് അടുക്കളക്കോലായിൽ അമ്മ അടുപ്പായി ജ്വലിക്കുന്നു, സ്നേഹവാത്സല്യവും പാകത്തിനുപ്പുമായി പ്രാതലിൽ പിഞ്ഞാണ പാത്രമാകുന്നു, കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറ് ചായുന്നു, കാലം കടന്നു പോകുമ്പോൾ മുഖത്തുള്ള കാന്തി പതുക്കെ പടിഞ്ഞാറ് ചായുന്നു, പ്രഭാതം കടന്ന മുഖത്ത് നിന്ന് ഉച്ചയും പടിയിറങ്ങും, പ്രഭാതം കടന്ന മുഖത്ത് നിന്ന് ഉച്ചയും പടിയിറങ്ങും, അമ്മ സന്ധ്യയാകുന്നു, അമ്മ സന്ധ്യയാകുന്നു. എത്തേണ്ടിടത്തെന്റെ മക്കളെ എത്തിയോ, ശക്തമാം ചില്ലയിൽ ചേക്കേറിയോ എന്ന് നിശ്വാസം ഓരോന്നിലും കാതുകൂപ്പിച്ചു നിൽക്കുന്നു ദൂരെ മലഞ്ചെരുവിൽ കണ്ണുകൾ. എത്തേണ്ടിടത്തെന്റെ മക്കളെ എത്തിയോ, നിശ്വാസം ഓരോന്നിലും കാതുകൂർപ്പിച്ചു നിൽക്കുന്നു ദൂരെ മലഞ്ചെരുവിൽ കണ്ണുകൾ. കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും മറ്റു പകുത്തു പകുത്തു വയ്ക്കാറുണ്ട്,
കഞ്ഞി വിളമ്പുന്ന പാത്രത്തിൽ ഇപ്പോഴും വറ്റ് പകുത്തു വയ്ക്കാറുണ്ട്. എത്ര വൈകി വന്നു ചേരിലും നിർവൃതി വച്ചു വിളമ്പുവാൻ അർത്ഥപ്രതീക്ഷകൾ. അമ്മ വിളക്കു കൊളുത്തുന്നു, അമ്മ വിളക്കു കൊളുത്തുന്നു. എത്തേണ്ടിടത്തെന്റെ മക്കളെ എത്തിയോ, കത്തിച്ചൊലിച്ചുവോ മക്കളെ എന്ന് എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ, എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തി മേലേക്ക് പോകവേ. എത്തേണ്ടിടത്തെന്റെ മക്കളെ എത്തിയോ, എത്തി നോക്കി തൃപ്തി പോരാതെ അമ്മ നക്ഷത്രമായി പൊന്തി മേലേക്ക് പോകവേ. മക്കൾ കൊടുത്തുവിട്ടോരു പുഷ്പചക്രത്തിൽ, മക്കൾ കൊടുത്തുവിട്ടോരു പുഷ്പചക്രത്തിൽ ചിത്രപതംഗങ്ങളായി രണ്ട് കണ്ണുകൾ മക്കളെ തേടി പറന്ന് ചിറക് കുഴയവേ. കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം. കാറ്റടിച്ചാലും അനങ്ങാത്ത പ്ലാസ്റ്റിക് പൂവുകൾ നിന്നു മണക്കാതെ നിശ്ചലം. വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം, വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞ ഒരു നഗരം. കത്തം വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും പൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ച് ചൊല്ലി ഹാപ്പി മദേഴ്സ് ഡേ. വൈദ്യുത ബൾബുകൾ പൂത്തുലഞ്ഞൊരു നഗരം, കത്തും വെളിച്ചത്തിൽ ഉന്മാദ സംഗീത നൃത്ത പരപ്പതിൽ മക്കളും പൊക്കിപ്പിടിച്ച നുരയ്ക്കുന്ന ഗ്ലാസുകൾ മുട്ടിച്ചു ചൊല്ലി ഹാപ്പി മദേഴ്സ് ഡേ എന്നാണ് കവിത. അപ്പൊ ദിനാചരണങ്ങൾ ഒരു വലിയ സംഭവമാണെങ്കിലും നല്ലത് തന്നെയാണ്. നമ്മുടെ മലയാള ഭാഷ അങ്ങനെ തന്നെ. ഇപ്പൊ ഞാന് സത്യത്തിൽ പെട്ടെന്ന് ഞാൻ ഈ ഭാഷയെ കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല, എങ്കിലും ഞാൻ ഒരൊറ്റ അനുഭവം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലി നമുക്ക് പിരിയാം. അതായത് ഓസ്ട്രേലിയയില് ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു 10-12 വർഷത്തിന് മുമ്പ് ഞാൻ ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന നാട്ടിൽ അവർ വിളിച്ചിട്ട് ആദ്യമായി ഞാൻ അങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെയൊന്നും സാധാരണ കവികളെ ഒന്നും വിളിക്കാറില്ല, സിനിമാക്കാരെയാണ് കൊണ്ടുപോകുന്നത്. സാധാരണ സിനിമാക്കാരെയാണ് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഈ ഷോകൾ ചെയ്യുന്ന ആളുകൾ. ആദ്യമായിട്ട് ഒരു കവി കൊച്ചു കൊച്ചു സ്ഥലങ്ങളിൽ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആദ്യമൊക്കെ. പിന്നെ കുറെ കഴിയുമ്പോൾ ആളുകൾ വന്ന് തുടങ്ങുന്നു, കൊച്ചുമക്കൾ വന്ന് കവിതകൾ ചൊല്ലുന്നപ്പോൾ ഇയാളെ കവിത അറിയാൻ വന്ന കൊച്ചുമക്കൾ വരും, പക്ഷെ ബാക്കിയാൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ വന്ന് ഞാൻ കുറെ പരിപാടികളിലൊക്കെ സംബന്ധിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പണ്ടേ ഉണ്ടായിരുന്ന ഒരാഴ്ചയായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് വളരെ വിഷമത്തോടെ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മാഷെ, എല്ലാ ദിവസവും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന മക്കളുള്ളത് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ മലയാളികൾക്കാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ പല മക്കളെയും പരിചയപ്പെട്ടാണ്, എന്തുകൊണ്ടാണ് എന്നതിന് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ് പ്രിയപ്പെട്ടവനെ അങ്ങനെ പറയുന്നത്? അപ്പൊ അദ്ദേഹം ഒരു കാര്യം, അതായത് അവിടുത്തെ സ്കൂളുകളിൽ ഒരുമിച്ചാണ് കുട്ടികളിൽ നിന്ന് പഠിക്കുന്നത്. അതായത് വൈറ്റ് ആയിട്ടുള്ള വെള്ളക്കാരനായിട്ടുള്ള ഓസ്ട്രേലിയൻ മക്കളും നോൺ വൈറ്റ്സ് ആയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരും പുതിയതായിട്ട് വന്നവരുമായിട്ടുള്ള എല്ലാ മക്കളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ക്ലാസ് മുറികളിൽ ഈ വൈറ്റ്സ് ആയിട്ടുള്ള നല്ല ഫിസിക്കുള്ള വൈറ്റ്സ് ആയിട്ടുള്ള മക്കളിൽ കുറച്ച് മക്കൾക്ക് എന്തുണ്ട്? സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. അവരത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെയുള്ള സകല വൈറ്റ്സിനും അതുണ്ട്. പക്ഷെ അവർ കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ഇതെല്ലാം ഒതുക്കി വെച്ച് ആരെയും കാണിക്കാതെ കൃത്യമായി കൊണ്ടുപോകും. മുതിർന്നവർ, ചെറിയ മക്കൾ അങ്ങനെയല്ല. ചില മക്കൾ അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. എല്ലാ മക്കളുമല്ല, നമ്മൾ ഓർക്കണം. അതിന്റെ ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയയിലെ എല്ലാ വെള്ളക്കാർ മക്കളും ഇങ്ങനെയല്ല. ഇന്ത്യയില് ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്ന എത്ര പേരുണ്ട്? കുറച്ചാളല്ലേ ഉള്ളൂ. മതം പറയുന്ന, വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം പറയുന്ന കുറച്ചാൾ എന്തായാലും ഉണ്ട്. അതുപോലെ അവിടെ കുറച്ച് മക്കൾ കൃത്യമായും ഈ കോംപ്ലക്സ് ആണ്. എങ്ങനെയാണെന്ന് അറിയാം. കാരണം അടുത്തിരിക്കുന്ന നോൺ വൈറ്റ് ആയിട്ടുള്ള കുട്ടിയോട് ചോദിക്കും, നിന്റെ പേരെന്താ? അല്ല, നിന്റെ പേരെന്താടി? അവൻ ഒരു പേര് പറയും. നീ എവിടെ നിന്ന് വരുന്നു? അവൻ പറയും ഇന്ത്യ. ഇന്ത്യ? അവൻ പുച്ഛത്തോടെ ഇന്ത്യ? അതെ. ഇന്ത്യയിൽ എവിടെ? അവൻ പറയും തമിഴ്നാട്. തമിഴ്നാട്? ഇവന് തമിഴ്നാട് എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല, എങ്കിലും അവൻ ചോദിക്കും തമിഴ്നാടെന്ന്. അവൻ ഇന്ത്യൻ ലോക ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഒന്നും ധാരാളം പഠിക്കുന്നില്ല. അവിടുത്തെ സിലബസിൽ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വേൾഡ് ഹിസ്റ്ററി ഒന്നും വലുതായിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അവന് തമിഴ്നാടെന്ന് പറഞ്ഞാൽ മനസ്സിലായി, എന്നാലും അവൻ ചോദിക്കും തമിഴ്നാടും.
അതെ എന്ന്. അടുത്ത 2 ചോദ്യങ്ങളാണ് ഏറ്റവും നിർണായകം. അതായത് അവർക്ക് അവരുടെ പണി ചെയ്യുന്നവരെ പുച്ഛമാണ്, അവർക്ക് താല്പര്യമില്ലാത്ത ജോലി ചെയ്യാൻ അവിടെ ചെന്ന് കിടക്കുന്നവനെ, അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഭാഷ സംസാരിച്ച് അവിടെ ജീവിക്കുന്നവനെ അവർക്ക് വെറുപ്പാണ്. സ്വന്തമായ ഐഡന്റിറ്റി ഉള്ളവരെ അവർക്ക് ബഹുമാനം. അതുണ്ടോ എന്നറിയാനാണ് എൻ്റെ ഈ ചോദ്യം. അടുത്ത 2 ചോദ്യം. നിനക്കൊരു കൾച്ചർ ഉണ്ടോ? നിനക്കൊരു സംസ്കാരമുണ്ടോ? എന്റെ കൾച്ചറാണ് നീ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓസ്ട്രേലിയൻ കൾച്ചർ. എന്റെ വസ്ത്രധാരണമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്റെ ഭക്ഷണം നീ കഴിക്കുന്നത്, എന്റെ ദേശീയ ഉത്സവങ്ങളാണ് നീ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്, എന്റെ കലകളാണ് നീ കാണുന്നത്, നീ പ്രാക്ടീസ് ചെയ്യുന്നത്. നിനക്കൊരു കൾച്ചർ ഉണ്ടോ? ഈ തമിഴ് കുട്ടി പറയും ഉണ്ട്. അപ്പൊ മറ്റവൻ വരുള്ളൂ ഉണ്ടോ? അപ്പൊ പറയും ഉണ്ട്. എന്താ കൾച്ചറിന്റെ പേര്? അപ്പൊ ഈ തമിഴ് കുട്ടി പറയും ദ്രവീഡിയൻ കൾച്ചർ. ദ്രവീഡിയൻ കൾച്ചർ അവനെന്തെന്ന് മനസ്സിലാവില്ല, എന്നാലും ചോദിക്കും ദ്രവീഡിയൻ കൾച്ചർ. യെസ്, ദ്രവീഡിയൻ കൾച്ചർ. അപ്പം അവൻ താഴും. എന്നിട്ട് അടുത്ത ചോദ്യം, നിനക്കൊരു ഭാഷയുണ്ട്, നിനക്കൊരു ലാംഗ്വേജ് ഉണ്ട്. നീ ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷാണ്, നിനക്ക് സ്വന്തമായി ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ തമിഴ് കുട്ടി പറയും ഉണ്ട്. എന്താ ലാംഗ്വേജിന്റെ പേര്? അവൻ പറയും തമിഴ്. തമിഴ്? അതെ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ തമിഴിൽ ഒരു 4 സെന്റൻസ് പറയും, എന്നിട്ട് അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിക്കും. ഈ തമിഴ കുട്ടി എണീറ്റ് ഔവ്വയാരുടെ തിരുവള്ളൂരുടെ കുരലുകൾ അനർഗളമായി ആലപിച്ചിട്ട് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചു. മറ്റവൻ അന്തം വിടും, ഇരിക്കാൻ പറയും. അടുത്ത ദിവസം വിഷയം കാണുമ്പോൾ അവന്റെ തോളിൽ കൈയിടും, അവന്റെ കൂട്ടുകാരനാക്കും, അവന്റെ കൂടെ നടക്കും. അവന് മനസ്സിലായി ഇവന് സ്വന്തം ഒരു നിലപാട് തറയുണ്ട്, ഇവന് നട്ടൽ ബാക്കിൽ സാധനമുണ്ട്, ഇവൻ ഇവിടത്തെ സാധ്യതയെ ചൂഷണം ചെയ്യാൻ വന്നതാണ്, അല്ലാതെ നമുക്ക് താല്പര്യമില്ലാത്ത പണി കണ്ടെത്തി ഇവിടെ ജീവിക്കാൻ വന്നതല്ല. അവന് വേറൊരു ഇടമുണ്ട്, അവിടെ അവനൊരു സംസ്കാരവും പാരമ്പര്യവും കവിതയും പാട്ടും ഒക്കെ ഉള്ള ഒരു ഭാഷയും എല്ലാം ഉണ്ട് എന്ന് അവന് മനസ്സിലായി. അവന് റെസ്പെക്ട്. അപ്പുറത്തിരിക്കുന്നവരോട് നിന്റെ പേരെന്താ? അവർ പേര് പറയും. എവിടെ നിന്ന് വരും? ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ? കേരള. എന്നോട് പറ, കേരള. നിനക്കൊരു കൾച്ചറുണ്ട്, നീ കഴിക്കുന്ന ഭക്ഷണം, നിന്റെ ഭക്ഷണ രീതി എന്റേതാണ്, നിനക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട്, നിനക്ക് ഒരു ഭക്ഷണ രീതി ഉണ്ട്, കൾച്ചർ ഉണ്ട്. എന്താ കൾച്ചറിന്റെ പേര്? മിലിലം. എന്തോന്നു? ഒന്നുകൂടെ പറ. മിലിലം. ഒന്നുകൂടെ പറ. മിലിലം. മിലിലം. നിനക്കൊരു ലാംഗ്വേജ് ഉണ്ട്. എന്താ ലാംഗ്വേജിന്റെ പേര്? മിലിലം. എന്തോന്ന്? മിലിലം. നീ മിലിലത്തിൽ ഒരു കാര്യം ചെയ്യും, 4 സെന്റൻസ് പറയും, എന്നിട്ട് അതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും. കഴിഞ്ഞു. അന്ന് തുടങ്ങുന്നു ഞങ്ങളുടെ മക്കളുടെ അപകർഷതകൾ. എല്ലാ ദിവസവും ഈ പേടിയിൽ ക്ലാസ്സിലിരിക്കുന്ന മക്കളുള്ളത് ഞങ്ങൾ ഓസ്ട്രേലിയയിലെ മലയാളികൾക്കാണ്. ഇത് ഓസ്ട്രേലിയയിലെ മലയാളികൾക്ക് മാത്രം സംഭവിക്കാൻ പോകുന്ന കാര്യമില്ല. ലോകത്തൊരിടത്തും സ്വന്തം ഐഡന്റിറ്റി ഇല്ലാത്തവർക്ക് ഇനി ഒരു കാരണവശാലും ഒരു കാലത്തും ഐഡന്റിറ്റി ഉണ്ടാവാൻ പോകുന്നില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന കാനഡയിൽ നിന്ന് ആളുകളെ പറഞ്ഞു വിട്ടോണ്ടിരിക്കും, നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് സ്വന്തമായി എനിക്കൊരു ഭാഷയുണ്ട്, അതിന്റെ പേരാണ് മലയാളം. അതിൽ 53 അക്ഷരമുണ്ട്. നിന്റെ ഭാഷയിൽ 26 അക്ഷരമേ ഉള്ളൂ. എന്റെ ഭാഷയിൽ 53 അക്ഷരമുണ്ട്. അക്ഷരം മാത്രമല്ല ഉള്ളത്, കൂട്ടക്ഷരമുണ്ട്. ഏത് വികാരത്തെയും അതിന്റെ അളവിലും തൂക്കത്തിലും അടയാളപ്പെടുത്താൻ പറ്റുന്ന പ്രൗഢമായ ഒരു ഭാഷയുടെ ഉടമയാണ് ഞാനെന്ന് അവന്റെ മുന്നിൽ നെഞ്ചു വിരിച്ച് പറയാൻ ശേഷിയുള്ള തലമുറ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ പോയി 80 വർഷം ജീവിക്കും. നാട്ടിൽ 2 ഫ്ലാറ്റ് വാങ്ങും, അവിടെ 3 ഫ്ലാറ്റ് ഉണ്ടായിരിക്കും, 4-5 അല്ലെങ്കിൽ 1-2 കുട്ടികൾ ഉണ്ടാവും. അവനുമൊക്കെ ഇങ്ങനെ കുറെ കാലം 80 വർഷം ജീവിച്ചത്ത് ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. സത്യത്തിൽ എനിക്കൊരു ഭാഷയുണ്ട്, എനിക്ക് കവികളുണ്ട്. ഹാ പുഷ്പമേ, അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നത് ഒരു രാജ്ഞി കണക്കയെ നീ. ശ്രീഭൂവിൽ അസ്ഥിര അസംശയം നിന്റെ ആ ഭൂതി എങ്ങ് പുനരിങ്ങ് കിടപ്പി തോർത്താൽ. ലാളിച്ചു പെറ്റ ലത അൻപൊടു ശൈശവത്തിൽ പാലിച്ച് പല്ലവ പുടങ്ങളിൽ വച്ചു നിന്നെ എന്നെഴുതിയ കുമാരനാശാൻ എന്ന കവി എന്റെ നാട്ടുകാരനാണ്. അയാൾ ഇംഗ്ലീഷിലാണ് എഴുതിയതെങ്കിൽ നിങ്ങളുടെ 4 നോബൽ പ്രൈസ് അയാൾ കിട്ടുമായിരുന്നു എന്ന് പറയാൻ കഴിയുന്ന മക്കളുണ്ടാകും. എനിക്ക് സ്വന്തമായൊരു ദേശീയ ഉത്സവമുണ്ട് ഞങ്ങൾക്ക് മലയാളികൾക്ക്. നിങ്ങളുടെ എല്ലാ ദേശീയോത്സവങ്ങളെക്കാൾ വളരെ മുകളിലാണ് എന്റെ ദേശീയോത്സവം.
അവൻ ചോദിക്കും അതെങ്ങനെ, അതിന് കാര്യം പറയാം. നിങ്ങളുടെ ദേശീയോത്സവം എങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ചോദിക്കും, പറയും അത് ഇന്നതാണ്, മറ്റേ ആളിന്റെ ഓർമ്മ ദിനമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, അല്ലെങ്കിൽ നന്മ തിന്മയ്ക്ക് ജയിച്ച അതാണ് ഞങ്ങളുടെ ദേശീയോത്സവം. അതല്ല, സമത്വം, ഈക്വാലിറ്റി എന്ന ആശയം വെച്ചുകൊണ്ട് ലോകത്തിൽ ഒരേ ഒരു ജനത മാത്രമേ ദേശീയോത്സവം കൊണ്ടാടുന്നുള്ളൂ. അതാണ് ഞങ്ങൾ മലയാളികൾ. മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന ആപ്തവാക്യം വച്ചുകൊണ്ട് ദേശീയ ഉത്സവം കൊണ്ടാടാൻ തക്ക പര്യാപ്തമായ ഒരു ഗംഭീര സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയാനുള്ള നട്ടലുണ്ടാണ്. അപ്പൊ ഇത് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കുത്തിയിരിക്കുന്നത്. കാരണം സർക്കാർ ഇപ്പൊ നമ്മളെക്കാളും ഗംഭീരമാണ്. സർക്കാർ നമ്മുടെ ഫയലുകളെല്ലാം മലയാളത്തിലാക്കി, ഭരണഭാഷ മലയാളത്തിലാക്കി, മലയാളം അറിഞ്ഞിടത്ത് ഒരുത്തരുടെയും. അതാണ് IAS വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ KASലേക്ക് പോയി മാറുന്നത് കൊണ്ടാണ് IAS കാരെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ, അവർക്ക് നമ്മളെ ഭരണഭാഷ അറിയില്ല. അവര് വെറുതെ എവിടെയെങ്കിലും ഒന്ന് മലയാളത്തിൽ പ്രാദേശിക ഭാഷ പറഞ്ഞ് ഞാനും മലയാളം മിഷൻ വഴി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വെറുതെ നമ്മളെ പാവപ്പെട്ട മനുഷ്യന്റെ ഒരു കാര്യം അവരെ മനസ്സിലാവില്ല അവർക്ക് പറഞ്ഞാൽ. അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഭരണഭാഷയെ മലയാളത്തിലാക്കുകയും അത് മനസ്സിലാവാത്തതുകൊണ്ട് IAS കാരെ പറഞ്ഞു വിട്ടിട്ട് നമ്മൾ KAS ഉണ്ടാക്കുകയും ചെയ്തത്. അതായത് നമ്മളൊക്കെ ഗംഭീരമായിട്ട് സർക്കാർ നമ്മുടെ ഭാഷയും സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മലയാള മിഷൻ ഡയറക്ടറായിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ ഓർക്കണം, മലയാള മിഷൻ വരുന്നത് പ്രവാസ ലോകത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. കേരളത്തിലില്ല. ഒരു പ്രശ്നമുണ്ട്, അറിയാമോ? നമ്മുടെ മക്കൾ MBBS കഴിഞ്ഞിട്ട് ഇനി സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യാൻ പറ്റില്ല. പറ്റൂ? നമ്മുടെ മക്കൾ MBBS കാരാണെങ്കിൽ അവർക്ക് PSC വഴി സർക്കാരിലേക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. ഇപ്പൊ അറിയാമോ? അത് അങ്ങനെ നിയമമുണ്ട്. എഴുതണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമായി പഠിച്ചിരിക്കണം. നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെയൊക്കെ മക്കളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ മക്കൾ MBBS കഴിഞ്ഞ ശേഷം കേരളത്തിൽ ഇതുപോലെ സർക്കാർ സ്ഥാപനങ്ങളിൽ കൊള്ളാവുന്ന മാന്യമായ അതിഗംഭീരമായ സാമൂഹ്യ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് PSC പരീക്ഷ എഴുതാൻ ചെന്നാൽ അവർക്ക് പരീക്ഷ എഴുതാൻ ഇപ്പൊ പറ്റില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് വരെ പറ്റും, ഇനി പറ്റില്ല. എന്താ കാര്യം? നമ്മുടെ ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ്? 10ാം ക്ലാസ് വരെ മലയാളം ഐച്ഛികമായി പഠിക്കാത്ത ആർക്കും KAS ഉൾപ്പെടെയുള്ള ഒരു PSC പരീക്ഷ ഇപ്പൊ എഴുതാൻ പറ്റില്ല. അപ്പൊ ഒരു പ്രശ്നം വന്നു. നമ്മുടെ മക്കൾ അറിയാതെ ഇവിടുത്തെ CBSE ICSE പഠിച്ചിട്ട് മലയാളത്തിൽ മാർക്ക് കുറവ് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ മലയാളം ഉത്തരയാണെന്ന് വിചാരിച്ചിട്ട് ഹിന്ദി പഠിച്ച കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ലാറ്റിൻ പഠിച്ച മക്കളുണ്ട്. അവർക്ക് ഒരു കാരണവശാലും എഴുതാൻ പറ്റും. പിന്നെ ഇപ്പൊ തൽക്കാലത്തെ ഈ സർക്കാർ 2-3 എക്സംഷൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഒരു 4 വർഷത്തേക്ക്. അതെന്താണെന്ന് അറിയാം? ഒന്ന്, 10ാം ക്ലാസ് വരെ പഠിച്ചില്ലെങ്കിൽ +2 പഠിച്ചിരിക്കും. 10ാം ക്ലാസ് വരെ പഠിച്ചില്ല, കുഴപ്പമില്ല. +2 എന്ത് ചെയ്തിരിക്കണം? ഒരു സബ്ജക്റ്റ് ആയിട്ട് എന്ത് പഠിക്കണം? മലയാളം. +2 പഠിച്ചില്ലെങ്കിലോ കുഴപ്പമില്ല. ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടോ അല്ലാതെയോ ഒരു വിഷയമായി എന്ത് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാലും അത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞ കുട്ടിക്ക് പറ്റും. ആർക്കെന്നറിയാം? പ്രവാസ ലോകത്തിരിക്കുന്ന മക്കൾക്ക് പറ്റും. അതാണ് മലയാളം മിഷൻ. മലയാളം മിഷൻ പ്രവാസ ലോകത്തെ മക്കൾക്ക് വേണ്ടി ഒരു ഇക്വാലൻസി പരീക്ഷ നടത്തുന്നുണ്ട്. നീലക്കുറിഞ്ഞി സീനിയർ ഹയർ ഡിപ്ലോമ കോഴ്സ്. അത് പാസ്സാവുന്ന ഏത് വിദേശത്ത് നിന്നുള്ള മക്കൾക്ക് ഇവിടെ വന്ന് PSC എഴുതാം. നമ്മുടെ നാട്ടിലെ കുട്ടി PSC പുറത്താവുകയും ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ അവസരം ഉണ്ടായിരുന്നിട്ട് എന്ത് ചെയ്തില്ല? മലയാളം പഠിച്ചില്ല. ആ കുട്ടിക്ക് അവസരമില്ലായിരുന്നു. പ്രവാസ ലോകം അവർക്ക് അവസരമില്ലാത്തതുകൊണ്ടാണ് അവർ വിദേശം. അവർക്ക് വേണ്ടിയാണ് മലയാളം മിഷൻ. നിങ്ങൾ ഓർത്തോണം. ഇപ്പൊ പിന്നെ നിങ്ങൾ പേടിക്കണ്ട, ഒരു ചെറിയ എക്സംഷൻ കൂടെ വച്ചിട്ടുണ്ട് ഒരു 2 വർഷത്തേക്ക്. എന്താണെന്ന് അറിയോ? അത് ഉടനെ എടുത്തു മാറ്റും. അതിതാണ് തൽക്കാലം നിങ്ങൾ ഇല്ല എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ജോലി കിട്ടുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ, അതായത് പ്രവേശനം ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ PSC നടത്തുന്ന കടുകട്ടിയായ ഒരു മലയാളം പരീക്ഷ അത് ഇപ്പോഴത്തേക്ക് വേണ്ടിയാണ്, ഒരു ട്രാൻസിഷണൽ പീരീഡിന് വേണ്ടി. അത് കളയും. അത് ഇപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ്. അത് ഉണ്ടാക്കുന്നത് ഞങ്ങളാണ്. അത് 10ാം ക്ലാസ്സും +2 ഒന്നും അല്ല, ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയാണ്. ഞങ്ങൾ ആണ് ചോദ്യപേപ്പർ. ഞാൻ പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് അതിനു വേണ്ടി കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, മനോഹരമായി ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കവിത അല്ലല്ലോ, ചങ്ങമ്പുഴ കൃഷ്ണയുടെ ഒരു കവിത അല്ലാമോ? നിങ്ങൾ എന്റെ കൂടെ ചൊല്ലുകയാണെങ്കിൽ ഞാൻ എന്റെ ഒരു കവിതയും കൂടെ ചൊല്ലി പണ്ടാരം അടങ്ങും. അല്ലെങ്കിൽ ഞാൻ വർത്തമാനം പറഞ്ഞ് കൊല്ലുന്നില്ല. എനിക്ക് കിട്ടിയ അവസരം ഞാൻ വിടെയൊന്നുമില്ല. ചൊല്ലോ നിങ്ങളെ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചൊല്ലട്ടെ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1949 അന്തരിച്ചു പോയ കവിയാണ്. 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1.5 വർഷം കൂടി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം എത്രയാണെന്ന് അറിയോ?
38 വയസ്സായിരുന്നു. 38 വയസ്സിൽ 1949 അന്തരിച്ചു പോയ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കുറച്ച് 4 പേര് ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നിങ്ങൾക്ക് അറിയില്ല, അത് നമ്മുടെ കുറ്റമല്ല. എന്നാലും അറിയാവുന്ന ഒരാളെങ്കിലും കാണും, ആ ആൾ എന്റെ കൂടെ ചൊല്ലാം. ഓക്കെ, റെഡി അല്ലേ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കഥ അറിയില്ലായിരിക്കും, സോറി, എന്നാലും ഞാൻ ചൊല്ലട്ടെ. അറിയില്ല കേട്ടാ, ചിരിക്കാൻ മാത്രമേ അറിയാം. അറിയാം, അതേ ചൊല്ലിക്കോ. കൂടെ ഒന്നുകൂടെ. ഞാനും വരട്ടെയുമിന്റെ കൂടെ പാടില്ല നമ്മൾ ഒന്നുകൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. വനത്തിലെ നടത്തില്ല അപ്പോഴും ഞങ്ങൾ വിളിക്കും. പാടില്ല പാടില്ല, നിങ്ങൾ പാടണം. പാടില്ല. കവിത ഉണ്ടാവുന്നത് ഇതുപോലുള്ള മേഖലകളിൽ. അതാണ് ശ്രീജയൻ സാറിന്റെ ഏറ്റവും വലിയ നന്മ. ഇത്തരം മേഖലകളിൽ കുറച്ച് ഹൃദയത്തിൽ കവിതയുള്ളവരെ ഉണ്ടല്ലോ. അത് ഇപ്പൊ ക്ലാസ് മുറി മോർച്ചറി ആയിരുന്നു പല സാറന്മാരുടെയും ക്ലാസ് മുറി ഇല്ലേ, നിശബ്ദത, മോർച്ചറിയില്ല നിശബ്ദത. ചില ക്ലാസ് മുറികൾ ചിത്രശലഭം ഇങ്ങനെ പറന്നു കിടക്കും. അത് 2 സാറന്മാർ തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ എല്ലാ മേഖലയിലും ഇതുണ്ട്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ആനന്ദഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ വനത്തിലെ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ. വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നോ വേണ്ടോ വേണ്ടോ മാനാടേ. ആനന്ദഛായയിൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ വെറുതെ പൂമഴയായി പിന്നെ. വനത്തിലെ എരിയേയും കൂടൊന്നു കൊണ്ടുപോകൂ. വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മനാളെ. ആനന്ദഛായയില്ലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. നമ്മുടെ ഭാഷയ്ക്ക് ഒരു കയ്യടി ഉണ്ട്. എത്ര മനോഹരമല്ലേ എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു ഭാഷ. ഇത് നഷ്ടപ്പെട്ടു പോയാലോ നശിച്ചു പോയാലോ. MT വാസുദേവൻ നായർ പറയുന്നത് 25 വർഷത്തിനുള്ളിൽ മലയാള ഭാഷ എന്ത് ചെയ്യുന്നതാണ്, അസ്തമിച്ചു പോകുന്നതാണ്. അതങ്ങനെയാണ്. യുണൈറ്റഡ് നേഷൻ അങ്ങനെയുള്ള ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നശിക്കുന്ന ഭാഷകളുടെ ലിസ്റ്റ്, അതിനകത്ത് നമ്മുടെ മലയാളം പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇനി ഞാൻ ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ഈ ചോദിച്ച ആരാണ് ഇങ്ങനെ ആടുമേക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ? ചന്ദ്രിക.
ചന്ദ്രികയാണ് ചോദിച്ചത്. ആരോടാണ് ചോദിച്ചത്? രമണൻ. ചന്ദ്രിക ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന പണക്കാരിയായ കാമുകിയായിരുന്നു. രമണൻ അക്ഷരാഭ്യാസമില്ലാത്ത അധകൃതനായ പാവപ്പെട്ടവനായ കാമുകനായിരുന്നു. അങ്ങനെ പാവപ്പെട്ട കാമുകനോട് പണക്കാരി വിദ്യാസമ്പന്നയുമായ കാമുകി ചോദിക്കുകയാണ്, കാനന ചായയിൽ ആട് മേയ്ക്കാൻ ഞാൻ വരട്ടെയോ നിന്റെ കൂടെ? അപ്പൊ അവൻ മറ്റവൻ വരാനാണ് പറഞ്ഞത്. പാവപ്പെട്ടവൻ വന്നു പറഞ്ഞാ പിന്നെന്ത് പറഞ്ഞു? പാടില്ലെന്നാണ്. പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ഒന്നും ചെയ്തുകൂടാ. വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരുത്തന്റെ ഉത്തരവാണത്. ഇതേ ചോദ്യം ഇന്നാണ് ചോദിച്ചാലോ? ഇന്നത്തെ 2025 കാമുകനോട് കാമുകി ചോദിച്ചാലോ? കാരണം ചായ ആടുമെങ്കിൽ ഞാൻ പാടില്ല എന്ന് പറയോ? നിങ്ങൾ ചോദിക്കും, ഞാൻ പറയാം. നല്ല സ്ട്രോങ് ആയിട്ട് ഒരു മാമ്പൂ പൂക്കുന്ന മാസമാണോ? ധൈര്യമായിട്ട് പോരാ. വേറെ ഉത്തരവുണ്ട്, ചോദിക്കും. പാട്ടുമാറി കവിത മാറി പതിവുകൾ മാറി. എന്റെ നെല്ലിക്ക എന്ന കഥയാണ്. പാട്ടുമാറി പകിട മാറി പതിവുകൾ മാറി, കൂട്ടുമാറി കുടിലുമാറി കൂത്തുകൾ മാറി. അച്ഛനാരെന്നറിയാതെ അമ്മമാർ മാറി, അമ്മ ആരെന്നറിയാതെ ആങ്ങള മാറി, നിങ്ങളാരെന്നറിയാതെ പൊരുളുകൾ മാറി. മാറി മാറി മറിഞ്ഞ കാലം മാഞ്ഞു മറയായി. മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ, മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ, മാറിനുള്ളിലെരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി, മാറിനുള്ളിൽ എരിഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി. നന്മകൾക്കു നിറം കിട്ടുന്നൊരു കാലമെന്നുണ്ണി, നന്മകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. എങ്ങനെ നോക്കാനാണ് കേട്ടോ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കഥ പറഞ്ഞാൽ ഞാൻ അതിന്റെ കുറച്ച് പേര് എല്ലാവരും രേണുകേട് പറഞ്ഞല്ലേ? അതുകൊണ്ട് ഞാൻ രേണുകേട് പറഞ്ഞു. രേണുക ഒരു പ്രണയത്തെ കുറിച്ചും പ്രണയ നഷ്ടത്തെ കുറിച്ചുമുള്ള കവിതയാണ്. പ്രണയിച്ചിട്ടുള്ളവർക്കായിരുന്നു കുറെ ആളുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ അറിയാതെ സത്യസ്ഥരാണ്. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു അതെല്ലാം കണ്ടു. അപ്പൊ പ്രണയം ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ്. പ്രണയം സൂക്ഷ്മമായിട്ടുണ്ട്, സ്ഥൂലമായിട്ടുണ്ട്. ഈ പ്രകൃതിയിൽ എന്തിനേയും നമുക്ക് പ്രണയം ഏറ്റവും സുന്ദരമാവുന്നത് എപ്പോൾ? നിങ്ങളുടെ അഭിപ്രായത്തിൽ പ്രണയം ഏറ്റവും സുന്ദരമാവുന്നത് എപ്പോഴാണ്? മരിച്ചു പോകുമ്പോഴോ? പ്രണയം ഏറ്റവും മനോഹരമായ അനുഭവം ആകി മാറുന്നത് അത് റിയലൈസ് ചെയ്യപ്പെടുമ്പോഴല്ല, അത് നഷ്ടപ്രണയത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് ലോകത്തിൽ ആർക്കെങ്കിലും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഓർമ്മ. നഷ്ടപ്രണയത്തിന്റെ ഓർമ്മ പോലെ മനോഹരമായ വേറൊന്നില്ല. നഷ്ടപ്രണയത്തിന് ഓർമ്മ പോൽ ഇത്രമേൽ മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ? മഴ പെയ്തു തോർന്നതിന് ശേഷം ഒരു ചെറുകാറ്റ് കവിളിൽ തലോടും തണുപ്പ് പോലെ. മഴ പെയ്തു തോർന്നതിന് ശേഷം, മഴ പെയ്തു തോർന്നതിന് ശേഷം ഒരു കുളിർ കാറ്റ് കവിളിൽ തലോടും തണുപ്പ് പോലെ. നഷ്ടപ്രണയത്തിന് ഓർമ്മ പോൽ അത്രമേൽ
മധുരിക്കും അനുഭൂതി വേറെയുണ്ടോ. പക്ഷെ നമ്മുടെ മക്കൾ പ്രണയം നഷ്ടപ്പെട്ടത് കൊണ്ട് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണും. നിങ്ങളാണ് അതിൽ ഏറ്റവും വേദനിക്കുന്നവർ. നിങ്ങൾ എന്താ മനുഷ്യ ദൈവങ്ങളാണ്, ആതുര സേവകർ. നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ അതിൽ പലതും കാണുന്നവരാണ്. എങ്കിലും ഞാൻ പറയാണ്, അപ്പോഴും നമ്മൾ പ്രണയത്തെ ശപിക്കും, പ്രണയ നഷ്ടത്തെയും ശപിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ഈ നടക്കുന്ന ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദി പ്രണയമല്ല. ഈ പ്രണയത്തിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഒരു ദുരന്തങ്ങളുടെ ഉത്തരവാദി പ്രണയമോ പ്രണയ നഷ്ടമോ അല്ല. പിന്നെ എന്താണ്? അത് ആർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രണയവും പ്രണയ നഷ്ടവും കൊണ്ടല്ല ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. പ്രണയവും പ്രണയ നഷ്ടവും ആർക്ക് സംഭവിച്ചു എന്നതിലാണ് ദുരന്തം. പ്രണയ നഷ്ടം സംഭവിക്കുന്ന ഒരു കവിക്കാണെങ്കിൽ എന്ത് സംഭവിക്കും? ഗംഭീരങ്ങളായ കവിതകൾ അടുത്ത് ഉണ്ടാവും. നേരത്തെ അയാൾ എഴുതിക്കൊണ്ടിരുന്നതിനെക്കാളും അയാള് അതുവരെ നഷ്ടപ്പെട്ട വരെ മുരുകൻ കാട്ടാകടായിരുന്നു. അതിനുശേഷം അയാൾ ഷേക്സ്പിയറാവും. ഗംഭീരമായ കവിതകൾ പ്രണയം നഷ്ടപ്പെട്ടു കവിക്കും. പ്രണയം നഷ്ടപ്പെടുന്ന ഒരു ചിത്രകാരക്കാണെങ്കിൽ, അതൊരു ചിത്രകാരിക്കാണ് പ്രണയം നഷ്ടപ്പെടുന്നെങ്കിൽ അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രണയം നഷ്ടപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിലോ ഒരു വലിയ കച്ചവട സാമ്രാജ്യം തന്നെ അവൻ ഉണ്ടാക്കിയത്. പ്രണയം നഷ്ടപ്പെടുന്ന ഒരു ഡോക്ടർക്കാണെങ്കിലോ അടുത്ത് വരുന്ന എല്ലാ രോഗികളും വീണ്ടും വീണ്ടും ജീവിച്ചിരിക്കുക തന്നെ. പ്രണയം നഷ്ടപ്പെടുന്നത് ഒരു മാനസിക രോഗിക്കാണെങ്കിലോ അടുത്ത് നിൽക്കുന്ന കാമുകിയെ ചുട്ടുകൊല്ലുക തന്നെ. നമ്മളിൽ ആരാണെന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ പ്രണയ നഷ്ടത്തിന്റെ കുറ്റം കൊണ്ടല്ല ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്, ആർക്കാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ പ്രണയ നഷ്ടത്തിനെ ആസ്വദിക്കാൻ പഠിപ്പിക്കണം, സിലബസിൽ പഠിപ്പിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. പ്രണയവും പ്രണയ നഷ്ടവും ഒരു ചാപ്റ്ററായി പഠിപ്പിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് പ്രണയം, എന്താണ് പ്രണയമല്ലാത്തത്, പ്രണയത്തിന്റെ സൗന്ദര്യം എന്ത് എന്ന് പഠിപ്പിക്കണം. അടുത്ത ചാപ്റ്ററിൽ പ്രണയ നഷ്ടത്തെ ആസ്വദിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണം. അത് ആസ്വദിക്കാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നഴ്സുമാരെ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവരെ പ്രണയ നഷ്ടം ആസ്വദിക്കാൻ പഠിപ്പിക്കണം. അവർ ഈ പ്രണയ നഷ്ടം കൊണ്ട് ലോകത്തുണ്ടായ മാറ്റങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രണയ നഷ്ടം ഉണ്ടാകാതിരുന്നെങ്കിൽ താജ്മഹൽ ഉണ്ടാകില്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം. പ്രണയ നഷ്ടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ വിശ്വവിഖ്യാതങ്ങളായ പല കൃതികളും ഉണ്ടായില്ല. അത് കണ്ടെത്തി അവർ പറഞ്ഞു കേൾക്കുന്നത് ഈ കൃതി ഉണ്ടായത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന്, ഈ പുസ്തകമുണ്ടായത്, ഈ ചിത്രമുണ്ടായത്. അങ്ങനെ പ്രണയ നഷ്ടത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഈ പറയുന്ന വൈകൃതങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് പ്രണയാരോഗ്യമില്ലായ്മ കൊണ്ടുണ്ടാകുന്നതാണ്. സമൂഹത്തിന്, ഒരു സൊസൈറ്റിക്ക് എന്തില്ലാത്തതുകൊണ്ടാണ്? എന്താ പറയുന്നത്? പ്രണയ ആരോഗ്യം. അപ്പൊ പ്രണയാരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സിലബസിൽ എന്ത് ചെയ്യണം? അത് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പ്രണയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് നല്ല പ്രണയം ഉണ്ടാകട്ടെ, അത് നഷ്ടപ്പെട്ട് കൊണ്ടാരമാകട്ടെ എന്നും പ്രാർത്ഥിച്ചു. സത്യത്തിൽ ഞാൻ രേണുക എന്ന കവിതയിൽ കുറച്ച് രേണുക എന്ന കവിതയിലുണ്ടേ, എല്ലാവരും ചൊല്ലാൻ പറ്റുന്നില്ല. കുറച്ച് രേണുക നീ മറ്റേ ഇതെടുത്താല കേൾക്കാമോ? കുറച്ചുകൂടെ രേണുകേന്തി രാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നണഞ്ഞ കൊമ്പിൽ നിന്നും ഇട തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നണഞ്ഞ കൊമ്പിൽ നിന്നും ഇട തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ.
രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിലഘമേഘ ശ്യാമക്ഷണ ഭംഗികൾ. പിരിയുന്നൊരേണുകെ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. പിരിയുന്നൊരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു മാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. രേണുകേ നാം രണ്ടു നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളിലാക്കി നാവുകൾ. പകലിന്റെ നിറമാണ് നമ്മളിൽ നിലവും നിരാശയും. കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി. നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്ണുകളിൽ നിറയുന്ന കണ്ണുനീർ തുള്ളി പോലെ. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം, വാക്കിന്റെ വിരുദിനാൽ തീർക്കുന്ന സ്ഫടിക സൗധം. എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം, നഷ്ടങ്ങളറിയാതെ നഷ്ടപ്പെടുന്നു നാം. സന്ധ്യയും മാഞ്ഞു നിഴൽ മങ്ങി നോവിന്റെ മുഖാന്ധകാരം കനക്കുന്ന രാവതിൽ മുന്നിൽ രൂപങ്ങൾ ഇല്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി. പകലു വറ്റി കടന്നുപോയി കാലവും പ്രണയമുറ്റി ചിരിപ്പുരൗദ്രങ്ങളും. പുറകിൽ ആരോ വിളിച്ചതായി തോന്നിയോ, പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ, പ്രണയം അരുതെന്നുരച്ചതായി തോന്നിയോ. ദുരിതമോഹങ്ങൾക്കു മുകളിൽ നിന്നൊറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പമാത്രയിൽ ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിന്റെ മധുരം വിഴിപ്പൂ നനച്ചുവോ. രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു. പിരിയുമ്പോഴേ തോന്നരഞ്ഞ് കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. എന്നാണ് അപ്പൊ തീർച്ചയായും നമുക്ക് വീണ്ടും കാണാനായിട്ട് ഒരു കാര്യം പറയട്ടെ. എന്റെ ഏതെങ്കിലും സിനിമ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ സാറൊക്കെ സൂചിപ്പിച്ചു സിനിമാ ഗാനങ്ങളെ കുറിച്ച്.
അവാർഡുകൾ കിട്ടിയതിനെ സത്യത്തിൽ എന്റെ ഏതെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടോ? ആ, പുലിമുരുകൻ സിനിമകൾ കേട്ടിട്ടുണ്ടോ? അതിൽ ഞാൻ എഴുതിയ പാട്ട് അറിയാമോ? ഞാൻ പാടട്ടെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്റെ കൂടെ പാടണം. അറിയില്ലായിരിക്കും, കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ പാടട്ടെ. അറിയില്ല, സോറി, പാടട്ടെ. മാനത്തെ മാനിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, കേട്ടിട്ടുണ്ടോ? മാടത്തെ മാടക്കിടങ്ങൾ വാവുന്നാരോ വാവാവം പാടിയുറക്കാൻ ഇല്ലില്ലമ്മയൻ പൊന്നേ ചാരത്തെ നോവുതാട്ടിൽ നീയുറങ്ങാറോ മാമുട്ടാനിങ്ങും കൊണ്ടേ മാറു ചുരന്നണ്ട് ചെല്ലപ്പുള്ളേ നെഞ്ചോരം പാടിയുറക്കാറുള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ളേ മാനത്തെ മാനിക്കൂറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ പാവുറങ്ങാൻ, കേട്ടിട്ടുണ്ടല്ലേ? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി പോയി, കേട്ടിട്ടുണ്ടേ? ചം ചം അങ്ങനെ പാടുണ്ട്, ചമക്ക് ചമ ചം ചം, കേട്ടില്ല? നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ചം ചം ചമക്ക് ചമ ചം ചം നീ നോക്കാതെ നോക്കുന്ന നേരം, കേട്ടിട്ടുണ്ടല്ലേ? കൊലുസു തെന്നി തെന്നി വളകൾ താനന, അങ്ങനെ പാടുണ്ട്. കഥകൾ താനന പൂങ്കാറ്റേകോ, കേട്ടിട്ടുണ്ട്? മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്ന, കേട്ടിട്ടുണ്ടോ? കുറച്ച് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എന്തായാലും സന്തോഷം. നമുക്ക് ചങ്ങമ്പുഴയുടെ ഒരു കവിതയുടെ കുറച്ച് പേര് ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ചങ്ങമ്പുഴ മരിച്ചുപോയത് എന്താണ്? 1949 മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രായം എത്രയായിരുന്നു? കണ്ടോ, 49 മരിച്ച കവി നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും കിടക്കുന്ന ഭാഷ നാളെയും ഉണ്ടാവും കേട്ടോ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ മലയാളം അറിയാവുന്ന പറയുന്ന അഭിമാനമാണ്. ഇപ്പോ നേരത്തെ തിരിച്ചായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. എന്റെ മോക്ക് മലയാളം അറിയാം, എന്റെ മോൻ അറിയാന്ന് പറയുന്നത് ഞാൻ അവിടെ പോകുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരട്ടെ. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണനാണ് ഈ കവിത നിങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരിക്കും, കാരണം ഞാൻ മറ്റത് കളി പറഞ്ഞാണ്. ഇത് അങ്ങനെയല്ല, കവിതയുടെ പേര് നിരാശ. നിരാശ മറ്റതല്ലേ, സീരിയസ് ആണ്, നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. എന്നാലും ചിലപ്പോൾ പണ്ട് ഏതെങ്കിലും സ്കൂളിലെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണിച്ചില്ല. അപ്പൊ നിരാശ എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത്. നിരാശ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ നിരാശ. ശാരദാംബരം ചാരുചന്ദ്രിക, സോറി ഞാൻ വിചാരിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയുടെ പേരാണ്. ഏത് കവിതയാണ്? ചങ്ങമ്പുഴ കൃഷ്ണയുടെ നിരാശ എന്ന കവിതയാണ്. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. നല്ല പാടല്ലേ? പാട്ടായിട്ട് തോന്നും, പക്ഷെ ഇതാണ് നമ്മൾ മക്കൾ അറിയുന്നില്ല. ഇങ്ങനെ ഗംഭീരമായ സാധനങ്ങൾ നമ്മുടെ സാഹിത്യം ഇങ്ങനെ ആരെങ്കിലും എടുത്ത് പ്രയോഗിക്കണം. നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാലേ അത് എടുക്കേണ്ട ആളുകൾ എടുക്കേണ്ട രീതിയിൽ എടുക്കും. എല്ലാവരോടും സ്നേഹം കേട്ടോ. ശ്രീജയൻ സാറിന്റെ ഒരു നന്മ കൊണ്ട് എനിക്ക് നിങ്ങളെല്ലാം കാണാനും നിങ്ങളെ ഹൃദയം കൊണ്ട് വാക്കുകൊണ്ട് തൊടാനും കഴിഞ്ഞതിനുള്ള സ്നേഹവും നന്മയും അടയാളപ്പെടുത്തുന്നു. എല്ലാവർക്കും തിമിരം, നമ്മൾക്ക് എല്ലാവർക്കും തിമിരം, ഭംഗിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം, കണ്ണടകൾ വീണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കൂപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വിട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നി വെടിപ്പുക ഒന്നും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം,
കണ്ണടകൾ വീണം. വളരെ സന്തോഷം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം? ഓർമ്മിക്കണമെന്ന എന്തെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം. നാളെ പ്രതീക്ഷതൻ കുങ്കുമ പൂവായി നാം കടം കൊള്ളുന്നത് അത്രമാത്രം. നന്ദി. പ്രത്യേകമായ ഒരു നന്ദിക്ക് എന്താ പറയാ, നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോകേണ്ടതല്ല. ഓർമ്മിക്കുവാൻ എന്തു നൽകണം ചോദിച്ചാൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന വാക്ക് തന്നെയുള്ളൂ ഞങ്ങൾക്കൊക്കെ. മങ്ങിയ സമൂഹത്തിന്റെ കാഴ്ചകളോട് കണ്ണടയിൽ കൂടി ആ കണ്ണടകൾ തന്നെ വെച്ചുകൊണ്ട് ഈ ലോകത്തെ നോക്കിക്കാണുന്നു നമ്മളോട് ഉറക്കെ ഉറക്കെ പറഞ്ഞ നമ്മുടെ സ്നേഹഭാചനം മുരുകൻ കാട്ടാക്കട സാറിന് ഉപഹാരം നൽകാൻ വേണ്ടി ബഹുമാനായ സൂപ്രണ്ട് ശ്രീജൻ സാറേയും നമ്മുടെ പ്രിൻസിപ്പാൾ സൈദ് സാറേയും ക്ഷണിക്കുകയാണ്. ഉപഹാരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയങ്കരനായ മുരുകൻ കാട്ടാക്കട സാറ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സ്നേഹ ഉപഹാരം നൽകുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ മലയാള ഭാഷാ ദിനാചരണത്തിന് ഇത്രമാത്രം പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ, അതിൽ പങ്കാളികളാകാൻ നമുക്ക് ഭാഗ്യം തന്നെയാണ് സിദ്ധിച്ചത്. എന്തായാലും വളരെ യാദൃശ്ചികതയോടുകൂടി ഈ കോഴിക്കോടിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്ന് നമ്മളോട് ഒരു മണിക്കൂർ സമയം ചെലവഴിച്ച് ഇന്ന് രാവിലെ മുതൽ മുരുകൻ സാറ് നമ്മുടെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ കോഴിക്കോടിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം നമ്മുടെ മലയാള ഭാഷയുടെ അറിവിനെ സംബന്ധിച്ച് ഇത്രമാത്രം അറിവും ജ്ഞാനവുമുള്ള ഒരാൾ നമ്മുടെ കൂടെ നടന്നു പോകുന്നുണ്ട്. ആ നരച്ച തലമുടിക്കാരൻ ഇത്രമാത്രം മലയാള ഭാഷയുടെ പണ്ഡിതനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ശ്രീ രാംലാൽ സാറിന് നമ്മുടെ ഈ ചടങ്ങിന്റെ പേരിൽ ഔദ്യോഗികമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഏറെ തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് ഈ പരിപാടി അധ്യക്ഷം വഹിക്കുകയും ഇതിന്റെ പൂർണ്ണ സമയം നമ്മോടൊപ്പം ചെലവഴിച്ച ബഹുമാനായ പ്രിൻസിപ്പാൾ ശ്രീ സൈദ് സാറിന് ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതൊക്കെ പുറമെ ഈ കുറഞ്ഞ സമയത്ത് ഈ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാനും നമ്മുടെ എപ്പോഴും ഈ മെഡിക്കൽ കോളേജിനെ ഞെട്ടിക്കുന്ന നമ്മുടെ സൂപ്രണ്ട്, കാരണം ഓരോ രംഗത്തെയും പ്രഗത്ഭർ സാറിന്റെ ഓരോ കൂട്ടായ്മകളിലും ആദ്യം ഇവിടെ നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരൊക്കെ നമ്മുടെ കോഴിക്കോടേക്ക് എത്തി, മെഡിക്കൽ കോളേജിൽ എത്തി. പിന്നീട് ജ്യോതികുമാർ വെമ്പാല, അതിന്റെ പുറമെ വയലിനിസ്റ്റ് കുടമാളൂർ സാറ്. ഇപ്പോൾ ഏറ്റവും നമ്മളെന്നും ഇങ്ങനെ സാറ് ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോയപ്പം മുരുകൻ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. വന്നപ്പോ തന്നെ ചോദിച്ചു, അപ്പൊ അവിടെ നിന്ന് വെച്ച് കണ്ടു ഇന്നിപ്പോ മുരുകൻ സാർ പറയുകയും ചെയ്തു. എന്തായാലും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള സൂപ്രണ്ടിനും ഏറെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കാണ്. ഇതൊക്കെ പറഞ്ഞ എത്ര തിരക്കുകൾക്കിടയിലും ഈ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന് ഈ ചടങ്ങ് ഗംഭീരമാക്കി ധന്യമാക്കിയ ഈ ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാരും സഹപ്രവർത്തകരോടും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കോഴിക്കോടിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി മുരുകൻ സാറിന് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.